നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി തച്ചമറ്റത്തിൽ ജെയ്സൺ, സുഹൃത്ത് മുളോക്കുടിയിൽ ബിജു എന്നിവർ. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കമ്പംമെട്ട് സിഐക്ക് നേരെ കയ്യേറ്റം ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും പാസില്ലാതെ പാറപ്പൊടിയുമായി വന്ന വാഹന ഡ്രൈവർ. സിഐ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. CHRന്റെ വിസ്തൃതി സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജു മാണി. 4 താലൂക്കുകളിലെ ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയാസ്പദമാണെന്നും ആരോപണം. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കോളപ്പുറ 7-ാം മൈലിലുള്ള ഓഫീസിലും വീട്ടിലും ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ED സംഘം ആദ്യം എത്തിയത് 7-ാം മൈലിലുള്ള അനന്തു കൃഷ്ണന്റെ ഓഫീസിൽ. ഓഫീസ് തുറന്ന് പരിശോധന നടത്തിയ സംഘം പിന്നീട് അനന്തു കൃഷ്ണന്റെ വീട്ടിലും പരിശോധന നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു. പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി തച്ചമറ്റത്തിൽ ജെയ്സൺ, സുഹൃത്ത് മുളോക്കുടിയിൽ ബിജു എന്നിവരാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തിങ്കളാഴ്ച വൈകുന്നേരം 4-നാണ് 4-അംഗ സംഘം ആനയിറങ്കൽ ജലാശയത്തിലെത്തിയത്. ഡാമിന് സമീപം കുളിക്കാനിറങ്ങിയ സംഘത്തെ ഡാം സുരക്ഷാ ജീവനക്കാർ പിന്തിരിപ്പിച്ച് മടക്കി അയച്ചു. തങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ച ശേഷം ജെയ്സണും ബിജുവും വീണ്ടും ആനയിറങ്കൽ ഡാമിലെത്തി. ഇവിടെ കുളിക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ ബിജുവിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ജെയ്സണും അപകടത്തിൽപ്പെട്ടതെന്നാണ് നിഗമനം. ബിജുവിന്റെ വസ്ത്രങ്ങളും ചെരുപ്പും കരയിൽ തന്നെ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാത്രി മുതൽ ഇരുവരുടെയും ബന്ധുക്കൾ ഇവർക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് രാവിലെ ആനയിറങ്കലിന് സമീപം ജെയ്സന്റെ വാഹനം കിടക്കുന്നത് കണ്ട ചില നാട്ടുകാരാണ് ഡാം സുരക്ഷാ വിഭാഗം ജീവനക്കാരെ വിവരമറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബിജുവിന്റെ വസ്ത്രങ്ങളും ഇരുവരുടെയും മൊബൈൽ ഫോണും കരയിൽ നിന്ന് ലഭിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെയാണ് ജലാശയത്തിൽ പരിശോധന നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു പറഞ്ഞു. വളരെ ദാരുണമായൊരു സംഭവം നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ 6-ാം വാർഡ് മെമ്പറാണ്. കൂടെ തന്നെ അദ്ദേഹത്തിന്റെ തൊട്ടയൽവാസിയായിട്ടുള്ള ബിജു മോളക്കുടിയിൽ എന്ന് പറയുന്ന ആളും അവർ കുളിക്കാൻ ഇറങ്ങിയതാണെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമായി പോയി. 2 പേരും മരണപ്പെട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ജെയ്സന്റെ മൃതദേഹം ജലാശയത്തിൽ നിന്ന് ലഭിച്ചത്. ബിജുവിന്റെ മൃതദേഹം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ തൊടുപുഴ, കോതമംഗലം എന്നിവിടങ്ങളിൽ നിന്നും 2 സ്കൂബ ടീമുകളും എത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഇതിനിടയിലാണ് ബിജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മാർച്ച് 2-ന് മകൾ കൃഷ്ണയുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരിക്കെയാണ് ബിജുവിന്റെ മരണം. കമ്പംമെട്ട് സിഐക്ക് നേരെ കയ്യേറ്റം. തമിഴ്നാട്ടിൽ നിന്നും പാസില്ലാതെ പാറപ്പൊടിയുമായി വന്ന വാഹന ഡ്രൈവറാണ് കയ്യേറ്റം ചെയ്തത്. CI നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കമ്പം സ്വദേശി അബ്ബാസ് എന്ന ഡ്രൈവറാണ് കയ്യേറ്റം ചെയ്തത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്നും പാറപ്പൊടിയുമായി പാസില്ലാതെ അതിർത്തി കടന്നുവന്ന ലോറി കസ്റ്റഡിയിലെടുക്കാൻ കമ്പംമെട്ട് CI ശ്രമിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വാഹനത്തിന്റെ താക്കോൽ ആവശ്യപ്പെട്ടതോടെ ഡ്രൈവർ CIയെ ക്യാബിനിലേക്ക് വലിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു. CIയുടെ തോളിൽ മർദ്ദനമേറ്റു. തുടർന്ന് മറ്റു പോലീസുകാർ എത്തി ഡ്രൈവറെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഡ്രൈവർമാർ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിയായിരുന്നു ഉപരോധം. കസ്റ്റഡിയിലെടുത്ത ഡ്രൈവറെ വിട്ടുകിട്ടണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പിന്നീട് കട്ടപ്പന, ഉത്തമപാളയം DYSPമാർ സംഭവ സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയെ തുടർന്ന് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഉടുമ്പൻചോല MLA M. മണിയും സംഭവ സ്ഥലത്തെത്തിയിരുന്നു. പരിക്കേറ്റ കമ്പംമെട്ട് CI നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.
അബ്ബാസിനെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കും. തമിഴ്നാട്ടിൽ നിന്നും പാസില്ലാതെ അനധികൃതമായി കരിങ്കല്ലും മറ്റും കമ്പംമെട്ട് വഴി വ്യാപകമായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതായി ആരോപണമുണ്ട്. CHRന്റെ വിസ്തൃതി സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതെങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജു മാണി. 4 താലൂക്കുകളിൽ ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയാസ്പദമാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. CHRനെ കൂടി സംരക്ഷിത വനമാക്കി ജില്ലയിൽ വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. കൊളാറ്ററൽ നടപടികളിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളിലും സത്യവാങ്മൂലത്തിലും CHRന്റെ വിസ്തൃതിയിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് 2024 ഏപ്രിൽ 15 സുപ്രീംകോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം 2024 ഒക്ടോബർ 23 നൽകിയ സത്യവാങ്മൂലത്തിലും ലാൻഡ് റവന്യൂ കമ്മീഷണർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 2024 ജൂലൈ 12 നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പോലും അവഗണിച്ച് 413 ചതുരശ്ര മൈലാണ് CHRന്റെ വിസ്തൃതി എന്ന തെറ്റായ കണക്കാണ് സർക്കാർ സുപ്രീംകോടതിയിൽ നൽകിയത്. ഇത് കേസിൽ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല ഈ മേഖലയിൽ നൽകിയിട്ടുള്ള പട്ടയങ്ങളുടെ നിയമസാധുത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടാകും. ഇനി പട്ടയം നൽകുന്നതിനെയും പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും ബിജു മാണി പറഞ്ഞു. നമ്മുടെ ജില്ലയിലെ 4 താലൂക്കുകളിലായി ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന ഈ CHR വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ CHR മേഖലയിലെ ജനപ്രതിനിധികൾ, നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി അടക്കമുള്ള ജനപ്രതിനിധികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഇതിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി അദ്ദേഹം പറയുന്നത് 2,64,000 ഏക്കർ ഭൂമിയാണ് CHRന്റെ പരിധിയിലുള്ളതെന്നും, അതായത് 413 സ്ക്വയർ മൈൽ. ഈ കാര്യമൊക്കെ സുപ്രീം കോടതിയിൽ സർക്കാർ അഫിഡവിറ്റായി നൽകിയിട്ടുണ്ടെന്നും കർഷകർ ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രി അവകാശപ്പെടുന്നത്. അദ്ദേഹം ഈ CHR മേഖലയിൽ നിന്ന് 1/4 നൂറ്റാണ്ടായി ജനപ്രതിനിധിയെ തുടരുന്നയാളാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നമെന്നും അല്ലെങ്കിൽ CHRന്റെ ഏരിയയിൽ എത്രമാത്രം ഭൂമിയുണ്ട് എന്നും ഇതുവരെ അദ്ദേഹത്തെ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് CHR വിസ്തൃതി 413 ചതുരശ്ര മൈലാണെന്ന് പറഞ്ഞതെന്ന് മന്ത്രി വ്യക്തമാക്കണം. 1/4 നൂറ്റാണ്ടായി CHR ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടും വിഷയം പഠിച്ച് കർഷക താൽപര്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാത്തത് വഞ്ചനയാണ്. CHR വിഷയത്തിൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും കർഷകർക്ക് ആശങ്ക വേണ്ടെന്നുമാണ് CPM CPI നേതാക്കൾ പറയുന്നത്. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഈ പ്രതികരണങ്ങളെന്ന് വ്യക്തമാണ്. CHRന്റെ വിസ്തൃതി സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ട ശേഷവും തെറ്റായ കണക്ക് നൽകിയത് വിഷയം സങ്കീർണമാക്കും. CHR മേഖലയിൽ നിന്നുള്ള MLAമാർ ഈ വിഷയം പഠിക്കാൻ തയ്യാറാകണമെന്നും സർക്കാരിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കർഷക താൽപര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ബിജു മാണി ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവരും പങ്കെടുത്തു. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കോളപ്ര 7 മൈലിലുള്ള ഓഫീസിലും വീട്ടിലും ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. 7 മൈലിലുള്ള അനന്തു കൃഷ്ണന്റെ ഓഫീസിലാണ് ED സംഘം ആദ്യം എത്തിയത്. ഓഫീസ് തുറന്ന് പരിശോധന നടത്തിയ സംഘം പിന്നീട് അനന്തു കൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തി. പാതിവില തട്ടിപ്പ് പുറത്തു വന്നതോടെ അനന്തു കൃഷ്ണന്റെ വീട് പൂട്ടിയ നിലയിലായിരുന്നു. അനന്തു കൃഷ്ണന്റെ സഹോദരി ഭർത്താവാണ് ED ഉദ്യോഗസ്ഥർക്ക് വീട് തുറന്നുകൊടുത്തത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ED സംഘം വീടിനുള്ളിൽ കയറി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു. ഡേറ്റ ശേഖരണ പരിശോധനയാണ് നടന്നതെന്നാണ് വിവരം. സംഭവം അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്നും ED ഉദ്യോഗസ്ഥർ വിലക്കി. അനന്തു കൃഷ്ണന്റെ വീട്ടിലെ പരിശോധന 1 മണിക്കൂർ നീണ്ടു. വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം കോളപ്രയിലുള്ള ഓഫീസിലും പരിശോധന നടത്തി. സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് ED ഉദ്യോഗസ്ഥർ കോളപ്രയിലും എത്തിയതെന്നാണ് വിവരം. കോട്ടയം നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിനിരയായ പീരുമേട് ഗ്ലെൻമേരി സ്വദേശി ലിബിന്റെ വീട്ടിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ സന്ദർശനം നടത്തി. കേരള ഗവർണറെ നേരിൽ കണ്ട് നിയമപരമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് നേതാക്കൾ കുടുംബത്തിന് ഉറപ്പ് നൽകി. സ്ഥലം MLA ഇതുവരെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയായ പീരുമേട് സ്വദേശി ലിബിനടക്കമുള്ള 4 വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായത്. സംഭവത്തെ തുടർന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ലിബിന്റെ വീട് സന്ദർശിച്ചത്. കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠനത്തിന് അയക്കുവാൻ മാതാപിതാക്കൾ ഭയക്കുന്ന സ്ഥിതിയാണ് നിലവിൽ. സ്ഥലം MLA ഈ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്തിയിട്ടില്ലെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ആരോപിച്ചു.
ഇത്തരത്തിൽ നിരന്തരമായിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ റാഗിങ്ങിന് വിധേയമാവുന്നുണ്ട് എന്നുള്ളത് പുറത്തു വന്നിരിക്കുക. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട, ഇതെല്ലാം തടയാൻ ഉത്തരവാദപ്പെട്ട കോളേജിന്റെ അധികൃതർ ഇത് തടയാനുള്ള നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അവിടെ ഹോസ്റ്റലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഹോസ്റ്റൽ വാർഡനും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും എല്ലാം ഈ നേതാക്കന്മാർക്ക് മുന്നിൽ മുട്ടുമടക്കി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള റാഗിങ്ങും മറ്റും നടക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിന്റെ ഗവൺമെന്റിനുണ്ട്. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ആയിട്ട് ഇത് മാറിയപ്പോഴും സ്ഥലം MLA പ്രദേശത്തേക്ക് വരാത്തതും ഈ കുടുംബത്തെ സന്ദർശിക്കാത്തതും ഇതിന് പിന്നിൽ ഭരണപക്ഷത്തുള്ള വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാരാണ് ഇതിന്റെ പ്രതികളാക്കപ്പെട്ടതെന്നുള്ളതുകൊണ്ടാണെന്ന് ഞങ്ങൾ ആരോപിക്കുക. സംഭവത്തിൽ സംസ്ഥാന ഗവർണറെ നേരിൽ കണ്ട വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ചെയ്തു നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഒരു കുട്ടിക്കും ഇനി ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകരുതെന്ന് ലിബിന്റെ പിതാവ് പ്രതികരിച്ചു. 15-ാം തീയതി രാവിലെ വിളിക്കും. അത് കഴിഞ്ഞാൽ ഈ കോളേജ് അധികരും ഈ പോലീസ് വരും. ഈ കൌൺസിലിംഗ് ഇനി പിന്നെ മെഡിക്കൽ എടുക്കാൻ ഇത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇത് ഒന്നും ആയില്ലേ ഞാൻ ആകെ കേസിലോട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ഇത് ചെയ്യുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം BJP ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, പീരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ തുടങ്ങിയവരുമുണ്ടായിരുന്നു. കട്ടപ്പന ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 4 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഫയർ സ്റ്റേഷന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിൽ തുക നീക്കിവച്ചിരുന്നു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്ക് സമർപ്പിച്ചു. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫയർ സ്റ്റേഷന് സ്വന്തമായി കെട്ടിടമെന്നത് ചിരകാല അഭിലാഷമായിരുന്നു. കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിൽ അമ്പലക്കവലിയിലുള്ള 20 സെന്റ് സ്ഥലത്താണ് കെട്ടിടം വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവായത്. പിന്നീട് 2021 സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ടുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായത്. 1984 കട്ടപ്പനയിൽ ഫയർ സ്റ്റേഷൻ അനുവദിച്ച സെന്റ് ജോൺസ് ആശുപത്രിക്ക് സമീപം താൽക്കാലിക സംവിധാനത്തിലായിരുന്നു പ്രവർത്തനം. പിന്നീട് 2003 ITI ജംഗ്ഷനിൽ പെട്രോൾ പമ്പിന് സമീപവും തുടർന്ന് കോടതി സമുച്ചയത്തിന് എതിർവശത്തേക്കും പ്രവർത്തനം മാറ്റി. സ്വന്തമായി സ്ഥലമില്ലാതിരുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വാടകയ്ക്കെടുത്ത താൽക്കാലിക നിർമ്മിതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രകൃതിക്ഷോഭങ്ങളടക്കം കൂടുതൽ കാര്യക്ഷമമായി നേരിടുന്നതിന് പുതിയ കെട്ടിടം പ്രയോജനകരമാകും. മലയോര ഹൈവേയിൽ കട്ടപ്പന നരിയമ്പാറ പ്ലാമൂട്ടിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. പ്രധാന വഴിയിൽ നിന്ന് വള്ളക്കടവിലേക്ക് തിരിയുകയായിരുന്ന കാറിനെ ഓവർടേക്ക് ചെയ്തു വന്ന ബസ് വൈദ്യുതി പോസ്റ്റിലും കാറിലും ഇടിക്കുകയായിരുന്നു. മേപ്പാറയിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും കട്ടപ്പന സ്വദേശിയുടെ കാറുമാണ് കൂട്ടിയിടിച്ചത്. നരിയമ്പാറയിൽ നിന്നും വന്ന കാർ പ്രധാന റോഡിൽ നിന്നും വള്ളക്കടവിനുള്ള പോക്കറ്റ് റോഡിലേക്ക് തിരിയുന്നതിനിടെ പിന്നിൽ നിന്നും എത്തിയ സ്വകാര്യ ബസ് ഈ കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായി വൈദ്യുതി പോസ്റ്റിലും കാറിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ പിൻഭാഗം ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ പിൻഭാഗവും കാറിന്റെ മുൻഭാഗവും തകർന്നു. പോസ്റ്റ് ഒടിഞ്ഞതോടെ പാതയിൽ ഗതാഗത തടസ്സവുമുണ്ടായി. കാറിൽ 4 പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാറിൽ പരാക്രമം തുടരുന്നു. ദേശീയപാതയിൽ ദേവികുളത്ത് ടോൾ പ്ലാസയിൽ കാട്ടാനയെത്തി. കഴിഞ്ഞ രാത്രിയിൽ ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശവും വരുത്തി. മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം മൂന്നാറിലെ ജനവാസ മേഖലയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ദേശീയപാതയിൽ ദേവികുളത്ത് ടോൾ പ്ലാസയിൽ കാട്ടാനയെത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശവും വരുത്തി. മതപ്പാടിലുള്ള പടയപ്പ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്നുണ്ട്. പടയപ്പ മതപ്പാടിലായതിനാൽ വനം വകുപ്പും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഫെബ്രുവരി 25-ന് CPM-ന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. ഇതിനു മുന്നോടിയായുള്ള ഇടുക്കി ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്ക് വെൺമണിയിൽ തുടക്കമായി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ജാഥ ക്യാപ്റ്റൻ PB സബീഷിന് പതാക കൈമാറി കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തിന്റെ
അധികാരങ്ങളെ ഇല്ലാതാക്കി കാവ്യവൽക്കരണം നടത്തുന്ന നടപടികൾക്കെതിരെയുമാണ് CPM-ന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. ഇതിന് മുന്നോടിയായുള്ള ഇടുക്കി ഏരിയാതല കാൽനട പ്രചരണ ജാഥയ്ക്കാണ് വെൺമണിയിൽ തുടക്കമായത്. ഇടുക്കി ഏരിയ സെക്രട്ടറി PB സബീഷ് ജാഥ ക്യാപ്റ്റനായുള്ള കാൽനട പ്രചരണ ജാഥ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി വൈജ്ഞാനിക സമൂഹത്തെ കേരളം മാറ്റിയെടുക്കും. 2025 ആകുമ്പോ വരുന്ന 10 വർഷക്കാലം കൊണ്ട് CPM-ന്റെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം എറണാകുളം ചർച്ച ചെയ്ത പോലെ വരുന്ന 30 വർഷക്കാലം കൊണ്ട് 2030 ആകുമ്പോ ഈ കേരളം മധ്യവരുമാന വികസിത രാജ്യങ്ങളെ പോലെ ഒരു വികസിത രാഷ്ട്രമാക്കി കേരളത്തെ മാറ്റുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ലക്ഷ്യം. ആ വികസിത രാഷ്ട്രമാക്കി മാറ്റുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ ജോലിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വൈജ്ഞാനിക സമൂഹ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് സ്റ്റാർട്ടപ്പുടെ വിദ്യാഭ്യാസത്തിനാണ് K-ഫോൺ സംവിധാനം കൊണ്ടുവന്നു. ആ K-ഫോൺ സംവിധാനത്തിലൂടെ IT വ്യവസായ മേഖലകളിൽ ഉന്നത വിദ്യാഭ്യാസം 20% ആളുകൾക്ക് BPL വിഭാഗത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് IT വ്യവസായം. ആ IT വ്യവസായ മേഖല കേരളത്തിൽ വലിയ പുരോഗതിയുണ്ട്. റോബിൻ ആലക്കൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MJ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ലിസി ജോസ്, ജോഷി മാത്യു, സിബി പേന്താനം, എബിൻ ജോസഫ്, TD മനോജ്, അരുൺദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM 25 രാവിലെ 10 കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ സമരം നടത്തും. ഇതിനു മുന്നോടിയായുള്ള കട്ടപ്പന ഏരിയാതല കാൽനട പ്രചരണ ജാഥ 19 മുതൽ 23 വരെ നടക്കും. ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് ക്യാപ്റ്റനായ ജാഥയിൽ MC ബിജു വൈസ് ക്യാപ്റ്റനും KP സുമോത്ത് മാനേജറുമാണ്. ബുധൻ വൈകിട്ട് 5 പുളിയൻമലയിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്യും. വ്യാഴം വൈകിട്ട് 5 പാറക്കടവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യനും, വെള്ളി വൈകിട്ട് 5 കട്ടപ്പനയിൽ MM മണി MLA-യും, ശനി വൈകിട്ട് വെള്ളിലാങ്കണ്ടത്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനും യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ CPM-നോടോ അല്ല, കേരളീയ സമൂഹത്തോട് കാണിക്കുന്ന പൊതുവായ അവഗണനയെ ഈ സംസ്ഥാനത്തിന് അർഹമായ വിഹിതങ്ങൾ നൽകാതിരിക്കുക, വലിയ രൂപത്തിൽ നൽകേണ്ട ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തെ സാമ്പത്തിക കടക്കണിയിലും പ്രതിസന്ധിയിലുമാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേന്ദ്ര BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ചില വലതുപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ UDF-ന്റെ മൗനത്തോടു കൂടിയുള്ള പിന്തുണയും ഈ കാര്യത്തിൽ ഉണ്ട്. കഴിഞ്ഞ 8.5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരള സംസ്ഥാനത്തെ വലിയ വികസനത്തിലേക്കും പുരോഗതിയിലേക്കുമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ 10% സാമ്പത്തിക വളർച്ച നേടിയ ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും മാതൃകയായിട്ടും അതേപോലെ തന്നെ പുരോഗമനപരമായിട്ടുമാണ് ഈ സംസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ കേരളത്തിന് അർഹമായത് ഒന്നും നൽകാതെ കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളം എന്നുള്ള ഒരു പേര് പോലും നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ദീർഘമായ അവരുടെ പ്രസംഗത്തിനിടയിൽ ഒരു പേര് പോലും പദം പോലും ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച് വളരെ ശക്തമായ വിമർശനം കേരളത്തിലെ പൊതുസമൂഹത്തിനും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എല്ലാം ഉണ്ട്. ഞായർ വൈകിട്ട് 5 സമാപന സമ്മേളനം ഇരട്ടയാറ്റിൽ നടക്കും. ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്യുമെന്ന് CPIM നേതാക്കൾ അറിയിച്ചു. മൂന്നാറിലെത്തിച്ച KSRTC-യുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഏറ്റെടുത്ത സഞ്ചാരികൾ. ബസ് സർവീസ് ആരംഭിച്ച് ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് സർവീസ് നടത്തുന്നത്. ദിവസവും 3 സർവീസുകളാണ് ബസ്സിനുള്ളത്. മൂന്നാറിന്റെ വശ്യമനോഹാരിത 360 ഡിഗ്രിയിൽ കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ KSRTC-യുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചത്. ഒരാഴ്ച പിന്നിടുമ്പോൾ ബസ് സർവീസ് സഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ദിവസവും മൂന്നാറിൽ നിന്ന് ആരംഭിച്ച് ആനയിറങ്കൽ ജലാശയം വരെ നീളുന്ന 3 സർവീസുകളാണ് ബസ്സിനുള്ളത്. ബസ് നിറഞ്ഞാണ് ഒട്ടുമിക്ക സർവീസുകളും നടത്തുക. ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് ബസ് സർവീസ് നടക്കുന്നതെന്ന് KSRTC അധികൃതർ പറഞ്ഞു. അതിൽ കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക
നിവാസികളാണ് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുകയും അതിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ അകലെ നിന്നുള്ള ആളുകൾ റിസർവേഷൻ ചെയ്ത് എത്തുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജകുമാരി, പൂപ്പാറ, രാജാക്കാട്, മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഡബിൾ ഡെക്കറിലൊന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അവരത് ഒന്ന് അറിയാനുള്ളൊരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അവർ കൂടുതലായിട്ട് അവരും വരുന്നത് നമുക്ക് ആ ഒരു രീതിയിൽ കൂടിയൊക്കെ നോക്കുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ എല്ലാ ദിവസവും തന്നെ ആവറേജ് നമുക്കൊരു സാധാരണ ഒരു കളക്ഷൻ വെച്ച് പറഞ്ഞാൽ ഒരു മികച്ച ഒരു വരുമാനം എന്ന് തന്നെ പറയാം. നമുക്കൊരു 15 ദിവസത്തെ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പോയാൽ ഇത് സൂപ്പർ ഹിറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു പരിപാടി, പുതിയൊരു സംരംഭം നമ്മൾ ആരംഭിച്ചിട്ട് അത് ജനങ്ങൾ ഇങ്ങനെ വരവേക്കുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമല്ല. ഉയരത്തിലിരുന്നുള്ള മൂന്നാറിന്റെ വിശാലമായ കാഴ്ചകൾ സഞ്ചാരികളും ആസ്വദിക്കുന്നുണ്ട്. നല്ല ട്രിപ്പായിരുന്നു. തുടങ്ങിയതേ ഉള്ളൂ, എങ്കിലും നല്ല രസമാണ്. പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നല്ലതായിട്ട്. അല്ല, കുറച്ചും കൂടെ എൻഹാൻസ്ഡ് വ്യൂ ആണ്. കാരണം ഇത്ര ഉയരത്തിലല്ലേ, അപ്പം ഒരു നല്ല, കാരണം ഇവന് ചെറിയ വണ്ടികൾ വന്നാൽ കിട്ടാത്തൊരു വ്യൂ നമുക്ക് ഇതിൽ കിട്ടുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പോൾ അല്ലാണ്ടുള്ള ഒരു ജീപ്പും അങ്ങനെയൊക്കെ ആക്കി പോകുമ്പോൾ നമ്മൾ 3 പേര് മാത്രം ഉണ്ടാകുമ്പോൾ ജീപ്പൊക്കെ ആക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആണെങ്കിൽ നല്ല സേഫാണ്, സേഫ്റ്റിയാണ്, കാണാൻ നല്ല രസമുണ്ട്. മേലെ ഹൈറ്റിലാകുമ്പോൾ അതിൻ്റെതായ രസമുണ്ട്. ബസിന്റെ താഴത്തെ ഡെക്കറിൽ 200 രൂപയും മുകൾ ഡെക്കറിൽ 400 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട്. സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ ആളുകളും ഡബിൾ ഡെക്കർ ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ എത്തുന്നുണ്ട്. നവമാധ്യമങ്ങളിലും ഡബിൾ ഡെക്കർ ബസിന്റെ ദൃശ്യങ്ങൾ തരംഗമായി കഴിഞ്ഞു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാറിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന ആവശ്യം. നിലവിൽ മാലിന്യം കൂടിക്കിടക്കുന്ന ഭാഗത്തേക്ക് കാട്ടാനകൾ അടക്കം എത്തുന്ന സാഹചര്യമുണ്ട്. പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്ന് വേണം തൊഴിലാളികളിവിടെ പണിയെടുക്കുവാൻ. നല്ലതണ്ണി കല്ലാറിലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മാലിന്യം തരംതിരിക്കുന്നതും സംസ്കരണവുമൊക്കെ നടക്കുന്നത് ഈ കേന്ദ്രത്തിലാണ്. നിരവധി തൊഴിലാളികളും ഇവിടെ പണിയെടുക്കുന്നു. കേന്ദ്രത്തിന് പുറത്ത് പരിസര പ്രദേശങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യമടക്കം കൂടിക്കിടപ്പുണ്ട്. ഈ ഭാഗങ്ങളിലേക്ക് തീറ്റ തേടി കാട്ടാനകളടക്കം എത്താറുമുണ്ട്. പകൽ സമയത്ത് പോലും കാട്ടാനകളുടെ സാന്നിധ്യം ഭയന്ന് വേണം തൊഴിലാളികൾ ഇവിടെ ജോലിയെടുക്കുവാൻ. മുമ്പ് ഇവിടെ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. മാലിന്യങ്ങൾക്കിടയിൽ തീറ്റ തേടുന്ന കാട്ടാനകളും മറ്റും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും വാദമുയരുന്നു. ഈ സാഹചര്യത്തിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും കാട്ടുമൃഗങ്ങൾ പ്രവേശിക്കാതെ പ്രതിരോധ വേലി നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ അപകടമാണ്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ആ മേഖലയിൽ നിൽക്കുന്നതിനാൽ അതിൽ തൊഴിലാളികൾക്ക് പണിയെടുക്കുവാനോ ഒന്നും സാധിക്കുന്നില്ല. അവർ ഭയവികലരാണ്. അപ്പം പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ചുറ്റുമായിട്ട് ശക്തമായ ഫെൻസിങ് അല്ലെങ്കിൽ ട്രെഞ്ച് ഇട്ടുകൊണ്ട് ആനയടക്കമുള്ള കാട്ടുപന്നി ഒന്നും ഇതിനകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ ഒരു സുരക്ഷാ വലയം തീർത്തില്ലെങ്കിൽ അവിടെ ഈ സംസ്കരണ കേന്ദ്രത്തിൽ തൊഴിൽ ചെയ്യാൻ പോലും ആളില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇത് നിരന്തരം ദൃശ്യമാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വാർത്ത വന്നിട്ട് പഞ്ചായത്ത് യാതൊരു നടപടി ഇതുവരെ എടുത്തതായി കാണുന്നില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഉടൻ തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ വലിയ വലിയ ആപൽ ഘട്ടങ്ങളിലേക്ക് തൊഴിലാളികൾക്ക് സംഭവിക്കുന്ന ഒരു ഇതിലേക്കാണ് കാണുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപത്തെത്തുന്ന കാട്ടാനകളെ പലപ്പോഴും പടക്കം പൊട്ടിച്ചാണ് തുരത്താറ്. അവശിഷ്ടങ്ങൾക്കിടയിലെ ഭക്ഷണ ലഭ്യതയാണ് മൃഗങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് ചുറ്റും പ്രതിരോധ വേലി സജ്ജമാക്കണമെന്ന നിർദ്ദേശം മുമ്പ് വനം വകുപ്പും മുമ്പോട്ട് വച്ചിരുന്നു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അർബുദ പരിശോധന സംഘടിപ്പിച്ചു. കട്ടപ്പന നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായാണ് പരിപാടി നടത്തുന്നത്. മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് മെഗാ ക്യാമ്പയിനും നടത്തും. ആരോഗ്യം ആനന്ദം എന്ന പേരിലാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക അർബുദ പരിശോധന പരിപാടി സംഘടിപ്പിച്ചത്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ICDS അംഗങ്ങളും ആശാവർക്കർമാരും പങ്കെടുത്തു. അർബുദ രോഗം ആരംഭത്തിലെ കണ്ടെത്തി കൃത്യമായ ചികിത്സ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗമുണ്ടെങ്കിൽ കണ്ടെത്തി കൃത്യമായ ചികിത്സ നൽകുക എന്നതാണ് ഉദ്ദേശം. മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് മെഗാ ക്യാമ്പയിനായി പരിപാടി നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് താലൂക്ക് ആശുപത്രി അധികൃതർ അറിയിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്നത് 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും
നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയരാക്കുക, ചെക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. മാർച്ച് 8 ഈ പ്രോഗ്രാം അവസാനിക്കുന്ന രീതിയിലാണ്. അതിനു മുമ്പ് നമ്മൾ കേരളത്തിൽ എബോവ് 30 ഇയേഴ്സ് ഉള്ള എല്ലാ ലേഡീസിനെയും സ്ക്രീനിങ്ങിന് വിധേയരാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എല്ലാ രോഗങ്ങളെ പോലെ തന്നെ നമ്മൾ ലേറ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി വന്നിരിക്കുന്നത്. ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലേഡീസിനുള്ള ആദ്യത്തെ പ്രോഗ്രാം എന്ന നിലയ്ക്കാണ് ലേഡീസിനുള്ള പ്രോഗ്രാം തുടങ്ങിയിരിക്കുന്നത്. മാർച്ച് 8 വുമൻസ് ഡേയിൽ അത് തീർത്തുകൊണ്ട് നല്ലൊരു പ്രോഗ്രാമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കാറ്റഗറി ലേഡീസിനെയും നമ്മൾ സ്ക്രീനിങ്ങിന് ഉദ്ദേശിക്കുന്നുണ്ട്. സ്ത്രീകളിൽ ഇന്ന് കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ എന്നിവ നിർണ്ണയിക്കുന്നതിനുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഇതിനുവേണ്ടി മാമോഗ്രാം, പ്ലാസ്മയിൽ ടെസ്റ്റ് തുടങ്ങിയ പരിശോധനകൾ നടത്തി. കട്ടപ്പന നഗരസഭയിലെ 30 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളെയും പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗനിർണയം നടത്തുവാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ചേലച്ചുവട് ഗുരുചൈതന്യ ട്രസ്റ്റിന്റെ 21ാമത് വാർഷികാഘോഷവും പൊതുസമ്മേളനവും നടന്നു. കത്തിപ്പാറ രാജൻ മീട്ടുംപുറത്തിന്റെ വസതിയിൽ നടന്ന വാർഷികാഘോഷങ്ങൾ SNDP കീരിത്തോട് ശാഖാ പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത് ഉദ്ഘാടനം ചെയ്തു. 21 വർഷക്കാലമായി ചേലച്ചുവട് മേഖലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഗുരുചൈതന്യ ട്രസ്റ്റിന്റെ പ്രവർത്തനം. ഗുരുചൈതന്യ ട്രസ്റ്റിന്റെ 21ാമത് വാർഷിക ആഘോഷവും പൊതുയോഗവുമാണ് നടന്നത്. ട്രസ്റ്റ് പ്രസിഡന്റ് VK കമലാസനൻ അധ്യക്ഷത വഹിച്ച യോഗം SNDP കീരിത്തോട് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത് ഉദ്ഘാടനം ചെയ്തു. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ ട്രസ്റ്റ് മാത്രമല്ല, ഒരു സംഘടന മാത്രമല്ല, നമ്മൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ കൂട്ടുത്തരവാദിത്തോടു കൂടി നിന്നാൽ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ലെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ രീതിയിലുള്ള ഓരോ കൂട്ട ഉത്തരവാദിത്ത കാര്യങ്ങളിൽ പങ്കാളിത്ത കൂടി അഭിപ്രായ വ്യത്യാസമല്ലാതെ നിന്ന് പെരുമാറാൻ വേണ്ടി എല്ലാവരും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞല്ല ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മോഹനൻ VG അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. VS പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി MV റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. അംബിക രാജൻ, കലേഷ് രാജു, CK മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. AKTA കട്ടപ്പന ഏരിയ സമ്മേളനം നടന്നു. ജില്ലാ പ്രസിഡന്റ് KV രാജു ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ വെച്ചാണ് AKTA കട്ടപ്പന ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചത്. സംഘടന നടത്തിവരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു വരികയാണ്. പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ ലക്ഷ്യങ്ങളോടെ ടൈലർ ടച്ച് എന്ന ബ്രാൻഡിൽ എല്ലാവിധ തുണിത്തരങ്ങളും വിപണനം നടത്തുന്ന TLT കൗണ്ടറിന്റെ പ്രദർശനവും വിൽപ്പനയും നടന്നു. TLTയിൽ നിന്നും വിൽപ്പനയിലൂടെ ലഭിക്കുന്ന ലാഭം മുഴുവൻ അംഗങ്ങളുടെയും ചികിത്സാ സഹായത്തിനാണ് ഉപയോഗിക്കുക. കൂടാതെ 2025 മുതൽ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയതായും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് KV രാജു പറഞ്ഞു. അതിനോടനുബന്ധിച്ചുള്ള ഫാഷൻ ടെക്നോളജി കോഴ്സുകൾ അത് പഠിക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ നിങ്ങൾ വാട്സപ്പിൽ കണ്ടുകാണും. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും കൊല്ലത്തെ നമ്മുടെ ഓഫീസിലെ 2 സ്റ്റാഫും കൂടെ കമ്പ്യൂട്ടർ അറിയാവുന്ന 2 പേരും കൂടെ പോയിരിക്കുകയാണ്. അവർ ആ കോഴ്സ് പഠിച്ച് അതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് വന്നിട്ട് നമ്മൾ പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടി പണിത് ഒന്നിലധികം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും സംസ്ഥാന സാങ്കേതിക സർവകലാശാലയുടെ അനുമതിയുമൊക്കെയുള്ള കോഴ്സുകൾ ഫാഷൻ ടെക്നോളജി രംഗത്ത് തുടങ്ങുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ കൂടി അടുത്ത 1 വർഷത്തിനകം അതിൻ്റെ നിർമ്മാണങ്ങൾ തുടങ്ങുമെന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി നമുക്കൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് രത്നമ്മ ഗോപിനാഥ് അധ്യക്ഷയായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അന്നമ്മ AV സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി വത്സമ്മ വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംഘടനാ വാർഷിക സ്വാന്തന പദ്ധതിയിൽ കൂടി നടത്തിവരുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വർഷം തോറും അടയ്ക്കുന്ന തുക ഘട്ടം ഘട്ടമായി കുറയ്ക്കുവാനും യോഗം തീരുമാനിച്ചു. കൂടാതെ വർദ്ധിച്ചുവരുന്ന വന്യജീവി ശല്യവും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവും സമ്മേളനം ചർച്ച ചെയ്തു. AKTA സംസ്ഥാന സമ്മേളനം മെയ് 4 കൂട്ടാറിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ മികച്ച കർഷകയ്ക്കുള്ള കൃഷിദീപത്തിന്റെ അവാർഡ് ലഭിച്ച ഷീല ശശിധരനെ ആദരിച്ചു. അംഗപരിമിതിയിലും തന്റെ കഠിന പ്രയത്നത്താൽ മിസ്റ്റർ കേരള മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ അബ്ബാസ് മന്ത്രി. കഴിഞ്ഞ വർഷം ഈ വിഭാഗത്തിൽ മിസ്റ്റർ ഇടുക്കിയും അബ്ബാസ് മന്ത്രിക്ക് ലഭിച്ചിരുന്നു. 2024 ഡിസംബറിൽ നടന്ന മത്സരത്തിലാണ് അബ്ബാസ് മന്ത്രി മിസ്റ്റർ ഇടുക്കിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിനുശേഷം തന്റെ കഠിന പ്രയത്നത്താലാണ് എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന മത്സരത്തിൽ 3ാം സ്ഥാനം ലഭിച്ചത്. അംഗപരിമിതി മൂലം തങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരു പ്രചോദനം കൂടിയാണ് അബ്ബാസ് മന്ത്രി. വണ്ടിപ്പെരിയാറിലെ ഈഗിൾ ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി അനുമോദിച്ചു. മിസ്റ്റർ കേരള ഇന്നലെ നടന്നതിൽ 3rd പ്രൈസ് അടിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി ജിമ്മിൽ നിന്നും
എന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഇവിടുത്തെ ജിമ്മിൽ വരുന്ന കൂട്ടുകാരും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ഈഗിൾ ഫിറ്റ്നസ് സെന്റർ മാനേജിംഗ് പാർട്ണർ ഷാർവിൻ അധ്യക്ഷനായി. പാർട്ണർമാരിൽ ഒരാളായി പത്മകുമാർ സ്വാഗതം ആശംസിച്ചു. വണ്ടിപ്പെരിയാർ CHSലെ ഡോക്ടർ ഗോവിന്ദ് യോഗം ഉദ്ഘാടനം ചെയ്ത് ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ഫിറ്റ്നസ് സെന്ററിലെ മുതിർന്ന അംഗമായ ബാബു വണ്ടിപ്പെരിയാർ, മറ്റംഗങ്ങൾ, മാധ്യമപ്രവർത്തകൻ ജിക്കോ വളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈഗിൾ ഫിറ്റ്നസ് സെന്ററിലെ മുഴുവൻ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആദിവാസി ഗോത്ര സംസ്കൃതിയുടെ സ്മരണയുയർത്തി കാഞ്ചാർ കോവിൽമലയിൽ കാലാവൂട്ട് മഹോത്സവം നടന്നു. ആദിവാസി മന്നാൻ സമുദായത്തിന്റെ രാജസന്നിധിയിലാണ് വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ടും പാരമ്പര്യ കൂത്തും അരങ്ങേറിയത്. കോവിൽമല മുത്തിയമ്മ ദേവി ക്ഷേത്രത്തിലെ നിർമാല്യ ദർശനത്തോടെയാണ് കാലാവൂട്ടിന് തുടക്കം കുറിച്ചത്. ഇടുക്കിയിൽ നിന്നും സമീപ ജില്ലകളിലെ മന്നാൻ സമുദായത്തിലെ 46 ഊരുകളിൽ നിന്നും ആളുകൾ ചടങ്ങിനെത്തി. വിളവെടുപ്പ് ഉത്സവമായും മരിച്ചവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയുമാണ് കാലാവൂട്ടും കൂത്തും നടത്തുന്നത്. മലദൈവങ്ങളെ സാക്ഷി നിർത്തിയുള്ള കോവിലാൻ പാട്ട കൂത്തിൽ അവതരിപ്പിച്ചു. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്താടുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ആദിവാസി രാജവംശങ്ങളിലൊന്നാണ് മന്നാൻ ആദിവാസി സമുദായം. കാഞ്ചിയാർ കോവിൽമലയിലാണ് മന്നാൻ ആദിവാസി രാജാവിന്റെ ആസ്ഥാനം. തനത് ആചാര്യങ്ങളും വ്യത്യസ്ത അനുഷ്ഠാനങ്ങളും നിരവധി പാരമ്പര്യ കലകളുമുള്ളവരാണ് മന്നാൻ സമുദായം. കാലാവൂട്ട് ദിനം കേരളത്തിലെ മുഴുവൻ മന്നാൻ ആദിവാസി ഊരുകളിൽ നിന്നുമുള്ളവർ രാജാവായ രാമൻ രാജമന്നാന്റെ സന്നിധിയിലെത്തും. ഈ മന്നാൻ സമുദായം ഉള്ള എല്ലാ ഊരിലും ഈ പറയുന്ന മഹോത്സവം നടക്കും. ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ മന്നാൻ സമുദായത്തിൻ്റെ ആസ്ഥാനമായ കോവിൽമലയിലാണ്. രാജാവും അതുപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ കുലദേവിയായ കാഞ്ചാർ മുത്തിയമ്മ ആദിപരാശക്തിയുടെ അവതാരമായി കണ്ടുകൊണ്ട് ആരാധിക്കുന്ന മുത്തിയമ്മയുടെ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മന്നാൻ സമുദായത്തിൻ്റെ തനതായ കലാരൂപമുണ്ട്. അത് കൂത്തുപാട്ട് എന്നറിയപ്പെടും. നൃത്തം, വാദ്യോപകരണ മുഴക്കം, സംഗീതം ഇതെല്ലാം കലർന്ന ഒരു കലാരൂപമാണ്. അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് സിലപ്പതികാരം എന്ന കൃതി മന്നാൻ സമുദായത്തിൻ്റെ തനതായ ഒരു വെർഷനിലൂടെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഈ ഒരു മഹോത്സവത്തോടനുബന്ധിച്ചുണ്ട്. സൂര്യൻ അസ്തമിക്കാറാകുമ്പോൾ തുടങ്ങുന്ന കൂത്ത് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. 7 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് മഹോത്സവം നടക്കുക. മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ആഘോഷ ദിവസങ്ങളിൽ അവരുടെ കുടികളിൽ പായ വിരിച്ച് അതിൽ വെള്ള തുണിയിടും. ഇതിന് തൊട്ടടുത്തായി വെള്ളം നിറച്ച ചെറിയ മൺകലം വയ്ക്കും. ഈ 7 ദിവസവും വൈകിട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മൺകലം അവരുടെ കല്ലറയിൽ വച്ച വെള്ളം ഒഴുക്കിവിടും. നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതോടൊപ്പമുണ്ട്. കോവിൽമലയിൽ കൂത്തു കാണാനും ഇവരുടെ ജീവിതം പഠന വിഷയമാക്കാനും നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. മന്നാൻ സമുദായത്തിന്റെ സംസ്കാരം നിലനിർത്താനാണ് വർഷം തോറും കാലാവൂട്ട് മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ആദിവാസി രാജാവിനെയും അതിഥികളെയും വേദിയിലിരുത്തിയാണ് കൂത്ത് അവതരിപ്പിക്കുക. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട 228, വിൽപ്പനയ്ക്ക് വന്നത് 61,445, വിൽപ്പന നടന്നത് 55,829, കൂടിയ വില 3,146, ശരാശരി വില 2,945. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,700. കാപ്പിപ്പരിപ്പ് 480, ഗ്രാമ്പു 880, കൊക്കോ 190, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,970 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 2 പേർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചു. മരിച്ചത് പഞ്ചായത്ത് അംഗം മഞ്ഞക്കുഴി തച്ചമറ്റത്തിൽ ജെയ്സൺ, സുഹൃത്ത് മുളോക്കുടിയിൽ ബിജു എന്നിവർ. ഇരുവരുടെയും മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കമ്പംമെട്ട് CIക്ക് നേരെ കയ്യേറ്റം ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും പാസില്ലാതെ പാറപ്പൊടിയുമായി വന്ന വാഹന ഡ്രൈവർ. CI നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു. CHRന്റെ വിസ്തൃതി സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. 4 താലൂക്കുകളിലെ ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയാസ്പദമാണെന്നും ആരോപണം. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണന്റെ തൊടുപുഴ കോളപ്പുറ 7-ാം മൈലിലുള്ള ഓഫീസിലും വീട്ടിലും ED കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ED സംഘം ആദ്യം എത്തിയത് 7-ാം മൈലിലുള്ള അനന്തു കൃഷ്ണന്റെ ഓഫീസിൽ. ഓഫീസ് തുറന്ന് പരിശോധന നടത്തിയ സംഘം പിന്നീട് അനന്തു കൃഷ്ണന്റെ വീട്ടിലും പരിശോധന നടത്തി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.